നമുക്ക് ഒരു സെമി കാഞ്ചീപുരത്തിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പം 4650 റേഞ്ചിൽ വരുന്ന ഓൾ ഓവർ ദ ബോഡിയിൽ സെൽഫ് ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്ന സാരീസാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ഡിസൈൻസും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒരു വൈൻ പർപ്പിൾ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സാരിയാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് സിൽക്കിൻ്റെ സാരീസാണ്. അതിനകത്ത് സെമിയിൽ വന്നിരിക്കുന്ന സാരീസ് 4650 ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇതിൻ്റെ ബോഡി കണ്ടോ, ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു സെൽഫ് എംബോസ്ഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. ബാക്കിൽ നമുക്ക് ആ ത്രെഡിൻ്റെ വ്യൂ അങ്ങനെ ഇല്ല. ബോഡിയിൽ ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോഴും ഇതേപോലെ ഒരു ഡിസൈനാണ് മുന്താണിയിലേക്ക് വരുന്നത്. ഇതേപോലെ ഒരു ഡിസൈൻ വരും മുന്താണിയിലേക്ക്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഈ ഒരു സെൽഫ് എംബോസ്ഡ് ഡിസൈനാണ് ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്കിങ്ങനെ കസവൊന്നും ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ സാരി. അപ്പോൾ ഇതിനകത്ത് കസവിൻ്റെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫങ്ഷന് മാത്രമല്ല അല്ലാതെ ഉപയോഗിക്കാനും നമുക്ക് പറ്റുന്ന സാരിയാണ്. അടുത്ത വരുന്ന സാരി നമ്പർ 2. ഇത് കണ്ടോ, ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ചെറിയൊരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന ഒരു കളറാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ബ്ലൂവിൻ്റെ. ഇതേപോലെ അതിൻ്റെ ബോർഡർ ഡിസൈനും ബോഡിയിലെ ഡിസൈനും വരും. മുന്താണിയിലും ഇതേപോലെയാണ്. നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ആട്ടോ ഇതിനകത്തൊക്കെ വരുന്നത്. സാരി നമ്പർ 2. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, അതിനകത്ത് ചെറിയൊരു ഡബിൾ ഷെയ്ഡ് ഒരു ഗ്രീനും കൂടെ വരും. അത് നല്ല ഭംഗിയാട്ടോ. ആ ബ്ലൂവിനകത്ത് ഒരു ചെറിയ ഡബിൾ ഷെയ്ഡ് ഗ്രീനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടോൺ. അടുത്ത വരുന്ന സാരി നമ്പർ 3. ഇതൊരു ലീഫ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. അതിനകത്ത് രണ്ട് സൈഡിലും ബോർഡറും വന്നിട്ട് ബോഡിയിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സ് പാറ്റേൺ. മുന്താണി നമുക്ക് ഇതേപോലെ സെൽഫ് ത്രെഡ് വീവ് ഡിസൈൻ വരും. സാരി നമ്പർ 3. ഇതിനകത്ത് കസവിൻ്റെ ഒരു വർക്കും ഇല്ല കേട്ടോ. അപ്പോൾ കസവിൻ്റെ വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഷെയ്ഡാണ്. അടുത്ത ഒരു ഗ്രീൻ നോക്കിയേ. ഇതുപോലെ ബോർഡറിൽ ഇതേപോലെ ഡിസൈൻ, ബോഡിയിൽ ഇതേപോലെ. സാരി നമ്പർ 4. മുന്താണി പ്ലെയിൻ ബ്ലൗസ്. ഇതും ഒരു ഗ്രീൻ ടോണിലേക്ക് വരും. ഒരു ചെറുപയർ വെച്ചയുടെ ഗ്രീൻ അല്ല, ഒരു ഒലിവ് ഗ്രീൻ്റെ അങ്ങനെ അതേപോലെയുള്ളൊരു ഗ്രീൻ. അടുത്ത് വരുന്ന ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 5. ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. അതും ഇതേപോലെയാണ്. ഒരു ബോർഡർ ഡിസൈനും ബോഡിയിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വരും. സാരി നമ്പർ 5. സാരി നമ്പർ 6. ഒരു സീ ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 6. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ്. സാരി നമ്പർ 6 സീ ഗ്രീൻ. ഇതിൻ്റെ ഇതുണ്ടോ ബോർഡർ ഡിസൈൻ. ഇതേപോലെയാണ് ഒരു ബോർഡർ ഡിസൈൻ വരുന്ന. ബോഡിയിലും ഈ ഒരു ഡിസൈൻ. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 7 ബോട്ടിൽ ഗ്രീൻ. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇല്ലേ, അതാണ് സാരി നമ്പർ 7. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന സാരീസാട്ടോ. കാരണം ഇതിനകത്ത് വേറെ കളറൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്. ഇതിനകത്തൊക്കെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 8. സാരി നമ്പർ 9 നേവി ബ്ലൂ. നേവി ബ്ലൂവിൻ്റെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 9. ഒരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ ഒരു ഫ്ലവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഒട്ടും നേടലടിക്കുന്ന സാരിയല്ല. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. സാരി നമ്പർ 10 വരുമ്പോഴും ഒരു പർപ്പിളിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. സാരി നമ്പർ 10. സാരി നമ്പർ 10.
സാരി നമ്പർ 11 വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ്, ഒരു ബ്രൗൺ ഷെയ്ഡ്. സാരി നമ്പർ 11 ബ്രൗൺ. ഇതേപോലെ വരും സാരി നമ്പർ 11. ഒരു സിക്സാഗ് പോലെയുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ. ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സിൽ ചെറിയൊരു സിക്സാഗ് പാറ്റേൺ ആണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. സാരി നമ്പർ 12 വരുമ്പോൾ ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 12 പിങ്ക്. ഇതേപോലെ ബോഡിയിൽ ഇങ്ങനെ ഡിസൈൻ, ബോർഡറിലും ഡിസൈൻ. നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക്. ഈ മജന്ത ഷെയ്ഡല്ല കേട്ടോ, ആ പിങ്ക് അല്ല, ഒരു ചാമ്പങ്ങ പഴുത്തതിൻ്റെയൊക്കെ ഒരു ഡാർക്കർ ടോണിലേക്ക് വരുന്ന പിങ്കില്ല, അങ്ങനത്തെ ഒരു പിങ്ക്. 12 13 നല്ല ഡീപ്പ് വയലറ്റ് ടോൺ. 13 നല്ലൊരു ഡീപ്പ് വയലറ്റ് ടോൺ. 13 ഡീപ്പ് വയലറ്റ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അടുത്തത് വരുന്ന 14 വരുമ്പോഴും ഒരു പിങ്കും പീച്ചും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. സാരി നമ്പർ 14. അതിനകത്തും ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സ് പാറ്റേണിൽ ഇങ്ങനെ 2 ഡിസൈൻ കൊടുത്തിരിക്കുന്നു. സാരി നമ്പർ 14. ഇതിന് ബോർഡറായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. സാരി നമ്പർ 15 വരുമ്പോൾ ഒരു ബേജ് എന്ന് പറഞ്ഞാൽ അല്പം ഒരു പർപ്പിൾ ബ്ലെൻഡ് ചെയ്ത പോലെയൊക്കെയുള്ള ഒരു ബേജ്. ഒരു പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, വളരെ ലൈറ്റായിട്ടുള്ളൊരു അങ്ങനെ ഒരു ഷെയ്ഡ്. ഒരു ബേജിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ബേജിലേക്ക് ഒരു 15. കറക്റ്റ് കളറാണോ വീഡിയോയിൽ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെമി കാഞ്ചീപുരത്തിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്